അയ്യോ ഡോക്ടറെ, അത് ജംഗ്ഷനിൽ വെച്ചിട്ടായ ആക്സിഡന്റ് കേസാ. ജംഗ്ഷനാ? അപ്പൊ ഹൈവേ പാർട്ടിയോ? അവിടുത്തെ തൊട്ടപ്പുറയാ. ഓ, അപ്പൊ ഒരു ഡയലോഗ് വേസ്റ്റ് ആയി. ഇനിയിപ്പോ അവിടെ പോയ ഇമോഷൻ കിട്ടുമോ എന്തോ. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അയാളെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെ പോയി കണ്ടോളൂ. അതിങ്ങോട്ട് വരുന്ന വഴിക്ക് അങ്ങേരുടെ കാറാകെ തകിട് പൊടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങേര് ഓ എൻ്റെ അമ്മേ, ചേട്ടായി ഹോസ്പിറ്റലാണ്, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ഡീൽ ചെയ്താ പോരെ? ഡാനി എത്തിയാ? ഞാൻ വിചാരിച്ചു നീ നിന്റെ കാറിന് ഇൻഷുറൻസ് പുതുക്കാൻ പോയി. എടാ, വിവരം അറിഞ്ഞപ്പോഴേ ഇങ്ങോട്ട് എത്തിയതാ. ഐസിയുടെ മുന്നിലായിരുന്നു ഇത്രയും നേരം. അതിന് അവിടെ ആര്? ഡാനിച്ച സോറി, ഒരു അബദ്ധം പറ്റിയതാ. വൃത്തിയായിട്ടവനെ. എടാ, ഇവന്റെ സ്വഭാവം വെച്ച് ഇവൻ മോർച്ചറിന്റെ മുന്നിൽ വേണേലും കൊണ്ടിരുത്തും. നീയൊക്കെ അല്ലാതെ വേറെ ഏതെങ്കിലും കിഴങ്ങന്മാർ ഇവൻ പറയുന്നത് വിശ്വസിക്കൂ? ചേട്ടായി വിശ്വസിച്ചല്ലോ. അതേടാ, ഞാൻ കിഴങ്ങൻ തന്നെയാ. ഇത്രയും കാലം നീയൊക്കെ പറഞ്ഞത് വെള്ളം പോലും തൊടാതെ ഞാൻ വിഴുങ്ങായിരുന്നില്ലേ? എന്നേലും നിനക്കൊക്കെ പിള്ളേരുണ്ടാവും. അവറ്റങ്ങൾക്കും നിന്റെ ഇതേ സ്വഭാവമായിരിക്കണം. അപ്പോഴേ നീയൊക്കെ പഠിക്കൂ. ഓ, വല്ലാത്ത ശാപമായി പോയി. ഒരബദ്ധം പറ്റിയതല്ലേ. ഞാനൊന്ന് രണ്ടു കാലം നിന്നോട്ടെടാ, ശരിയാക്കി തരാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ, കാര്യമായിട്ടൊന്നുമില്ലല്ലോ. കാലിന്റെ എല്ലിനൊരു പൊട്ടുണ്ട്, പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട്. തലയിലൊരു കെട്ടും, അത്രേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവന്റെ കൂടെ ഞാനിരുന്നോളാം. ആ ശരിയാ, ചേട്ടായി പൊക്കോ, ഞാനും കൂടി ഇവരുടെ കൂടെ ഇരിക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ? എന്നിട്ട് എന്തിനീ ഒഴിഞ്ഞു കിടക്കുന്ന പോലെ ഫ്രീസറിൽ എന്നെ കുത്തി കയറ്റാനോ? ആദ്യം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഓഹോ, അപ്പൊ നൈസായിട്ട് ഒഴിവാക്കുകയാണല്ലേ. ശരി. എടാ, കുറച്ച് സമയത്തേക്കാണെങ്കിലും ഞാൻ വല്ലാതെ അങ്ങ് പേടിച്ചു പോയി. നിന്നെ ഒരുപാട് മിസ് ചെയ്തു. എന്താണ് ഒരു സെന്റിമെന്റ്സ്? കിടക്കുന്ന കിടപ്പിൽ വല്ല കിഡ്നി അടിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാൻ ആണോ? നീ എന്തിനാ രാത്രി ഇങ്ങോട്ട് വന്നേ? സോറി, എനിക്കറിയാം എന്റെ ഡാഡി ആയിരിക്കും നിനക്ക് പിടിച്ചതെന്ന്. ഞാൻ വേണം ചോദിച്ചിട്ടല്ല. സോറി. ഇവളുടെ ഡാഡി എന്തിനാ എന്നെ കൊല്ലാൻ നോക്കുന്നേ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഉള്ള ജീവനും കൂടി എടുക്കാൻ വേണ്ടിട്ടോ? നീ വീട്ടിൽ വന്ന് കയറിയപ്പോഴും ഞാൻ വിചാരിച്ചതാ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഇവനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ, നിന്റെ തന്തയെ കാണാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്ക്. ചേട്ടായി, ഞാൻ മിണ്ടി പോകരുത്, ഇപ്പൊ അറിയണോ ഇവന്? നീ പിന്നെ അതിനോട് അവളെ കരയിപ്പിച്ചു. പിന്നെ ഞാൻ എന്തോ ചെയ്യണമായിരുന്നു? നീ കിടക്കുന്ന കിടപ്പ് ഞാനായിരുന്നു കിടക്കേണ്ടിയിരുന്നേ. എല്ലാത്തിനും അയാൾ ഒറ്റൊരുത്തനാവും കാരണം. എടാ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ അയാളുടെ ഒന്നല്ല, നിന്റെയാ. നീ ഒറ്റൊരുത്തൻ കാരണം ഞാനിപ്പോ ഈ കിടപ്പ് കിടക്കുന്നേ. നിന്നെ വിളിച്ചോണ്ടല്ലടാ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നേ. ഏതോ ഒരു പെണ്ണുമ്പിള്ള നടുറോട്ടിൽ നിന്ന് ബ്രേക്ക് ഡാൻസ് കളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. കാറിന്ന് വെട്ടിച്ച് കറങ്ങി തിരിഞ്ഞ് റോട്ടിൽ വീണു. അതിനിപ്പോൾ നീ ആ പാവം കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിച്ച് വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഒന്നുമില്ല, അവളിപ്പോൾ നിന്റെ അനിയന്റെ ഭാര്യയല്ലേ. നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവള്. എടാ, ഞാനെന്ത് വിചാരിക്കുന്നു എന്നല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ദേ, എന്റെ പേരും പറഞ്ഞ് നിങ്ങളുടെ വീട്ടിലൊരു തമ്മിത്തല്ലുണ്ടാവുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഈ പ്രശ്നം സോൾവ് ചെയ്തേക്ക് നേരെ വീട്ടിലേക്ക് വിട്ടോ. നീ എന്തിനാണ് ഈ സമയത്ത് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ? അവൾക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, അതിനുവേണ്ടി കൊണ്ടുവന്നതാ. എനിക്ക് ഡാനിച്ചിനെ ഇഷ്ടമാണ്. യോജി, ഞെട്ടൊന്നും വേണ്ട. ഞാൻ അങ്ങനെ ആരുടെ മുമ്പിൽ അടിയറവ് പറയാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പക്ഷെ ഇതെന്തോ എനിക്ക് വേണമെന്ന് തോന്നുവാടി. ഞാൻ സമ്മതിക്കത്തില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം മതി. നീ എന്റെ സമ്മതം നോക്കിട്ടാണോ പ്രേമിച്ചേ? ഏതോ ഒരു പോങ്ങിനെ പ്രേമിക്കുന്നു പറഞ്ഞപ്പോ, സോറി, നീ ചേട്ടനെ പ്രേമിക്കുന്നു പറഞ്ഞപ്പോ ഫുൾ സപ്പോർട്ട് ആയിരുന്നില്ലേ? അതിനതുപോലെയാണ് ഇത്. ഇതിലെന്താ ഇത്ര പ്രത്യേകത? ഒരു ജോലിയും കൂലിയില്ലാത്ത ഇങ്ങേരുടെ കൂടെ നീ അന്ന് വിളിച്ചോടിയില്ലേ? അത്രയൊന്നും ഇല്ലല്ലോ. എന്തിനാടി എല്ലാത്തിനും എന്നെ വലിച്ചഴിക്കുന്നേ? അഡ്ജസ്റ്റ് ചെയ്യേ. ഡാഡി അറിഞ്ഞ എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ പ്രേമിച്ചപ്പോൾ അവരെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലല്ലോ. 3-4 കൊല്ലം ആരും അറിയാതെ പ്രേമിക്കാനും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒളിച്ചോടാനും എന്നെ കിട്ടത്തില്ല. ഇത് വീട്ടിൽ പറയാൻ എനിക്കൊരു പേടിയില്ല. പക്ഷെ ഇപ്പം ഞാനത് ചെയ്താൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്ക് ജീവനുണ്ടായെന്ന് വരില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഡാഡിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. കാരണവരെ മാത്രം എന്താണെന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നും പറയാനില്ലേ ഈ കാര്യത്തിൽ ഞാനെന്താ അഭിപ്രായം പറയാനാ? ദേ നിൽക്കുന്ന രണ്ടെണ്ണം നിങ്ങളെ പിരിക്കാൻ ഞാനും കുറെ നോക്കിയതല്ലേ, എന്നിട്ടൊന്നും നടന്നില്ല. നീ ഇത് പറയേണ്ടിയിരുന്നത് നിന്റെ വീട്ടിൽ പോയിട്ടാ. ഇനിയിപ്പോ എന്ത് തീരുമാനിച്ചാലും കൂടെ ഞാനുണ്ടാവും. അടിപൊളി മുളയുങ്കി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിന്റെ അപ്പനെ പെൺമക്കളെ കെട്ടിച്ചുവിടാനുള്ള ഭാഗ്യമില്ലടി. ചേട്ടൻ രാവിലെ തൊട്ടേ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയതല്ലേ? വീട്ടിൽ പോക്കോ, ഇനി ഞാൻ കൂട്ടിരുന്നോളാം. അത് വേണോ? അത് വേണം. എനിക്ക് ഇങ്ങനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് പോക്കോ. എനിക്കൊന്നും നീ ഇവിടെ? ആദ്യേട്ടനെ ഞാൻ വീട്ടിലേക്ക് പാഴ്സൽ ചെയ്തു. ബാത്റൂമിൽ പോകണം എന്നല്ലേ പറഞ്ഞേ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. വേണ്ട. വേണ്ടാന്നോ? ഇതൊന്നും അങ്ങനെ പിടിച്ചു വെക്കാൻ പാടില്ല. ഭാവിയില് വലിയ ദോഷമാ. അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം.
എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. വാന്നേ. എന്ത് കഷ്ട, എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കല്ലേ. ആരെങ്കിലും ഇതൊക്കെ കണ്ടാ എന്തോ വിചാരിക്കും. എന്ത്? ഓ ഗോഡ്. അതെ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. വേണ്ട, നീ ഒന്നും പറയണ്ട. പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അവിവാഹിതനായ എന്നെ പോലൊരു സുന്ദരനായ ചെറുപ്പക്കാരനോട് പല പെൺകുട്ടികൾക്കും താല്പര്യമൊക്കെ തോന്നും. പണ്ടേ ഈ സൗന്ദര്യം എനിക്കൊരു ശാപമായിരുന്നു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ടീച്ചേഴ്സ് വരെ എന്നെ വലിയ വിധം നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പിടികൊടുത്തിട്ടില്ല. അതുപോലെയാണ് ഇത്. ലിയോ എൻ്റെ സ്വന്തം അനിയനാണ്. അവൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ അനിയത്തി. ഇതൊന്നും ശരിയാവത്തില്ല. അന്ന് ഓഫീസിൽ വെച്ച് അന്ന് എന്നെ വാരി എടുത്തിട്ട് അലക്കാൻ എനിക്കറിയാൻ പാടില്ലാത്തോണ്ടല്ല. എന്നിട്ടെന്താ ചെയ്യാതിരുന്നേ? അത് എന്റെ കിളി മൊത്തം പോയി. അല്ലായിരുന്നെങ്കിൽ ഒന്ന് നിർത്തുവോ? ശരി, ലിയോ എന്നെ കെട്ടിയതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അല്ലായിരുന്നെങ്കിൽ ചേട്ടനെ കെട്ടുമായിരുന്നോ? അഫ്കോഴ്സ്. മേ ബി കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ. മതി, എനിക്ക് അത്രയും കേട്ടാ മതി. ഞാൻ ഒരു തവണ കൂടി വരും. അപ്പോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. നീ എന്തിനാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? കൊണ്ടുവന്നേ ഞാനാണെങ്കിലും ആവശ്യം എൻ്റെതല്ല. ദേ, അവക്ക് നിന്നോട് സംസാരിക്കണമെന്ന്. ചെല്ല്. മോൾക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ലേ? മോളോ? എനിക്ക് 17 വയസ്സായി. ഞാൻ അത്ര മോളൊന്നും അല്ല. 17 വയസ്സുള്ള ചേച്ചിയാണെന്ന് അറിഞ്ഞില്ല. ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. എന്ത്, ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞാ? ചേട്ടായി എല്ലാം പറഞ്ഞപ്പോഴും എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ഇനി ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. സോ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് എത്ര കാലം വേണേലും വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ഉറപ്പ് തരണം, എന്നെ മാത്രമേ കേട്ടത്തുള്ളൂ. പന്നി ചെറ്റ. സൂപ്പർ. അയ്യോ, ഇത് 18+ പിള്ളേരൊന്നും കാണാനായിട്ടില്ല. കണ്ണടച്ചേ. ഓ പിന്നെ, ഇന്നത്തെ കാലത്ത് ഈ ലിപ് ലോക്ക് ഒക്കെ 10+ ഒന്ന് പോയേട്ടാ. ആഹാ, നല്ല ബെസ്റ്റ് അനിയത്തി. ഈ ഇവിടെ നിന്നാ ശരിയാവത്തില്ലട്ടാ. നീയേ വീട്ടിൽ പോവാൻ നോക്കോ. ഇതെന്തായാലും തീരാൻ സമയമെടുക്കും. അപ്പോ അവര് ശരിക്കും സെറ്റായോ? ഇത്രയൊക്കെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഫൈൻ. അതെ, ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ കോഴി ചേട്ടനാണല്ലേ? പോടാ, അതൊക്കെ ചുമ്മാ സ്വീക്കാര് പറഞ്ഞുണ്ടാക്കുന്നല്ലേ. ഞാൻ ശരിക്കും ഡീസന്റാ. അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വായ നോക്കുന്നതില് തെറ്റൊന്നുമില്ല. പക്ഷെ എന്റെ ചേച്ചിയെ പോലെ ആരെങ്കിലും പുറകെ നടക്കുവാണെങ്കിൽ ഒറ്റയടിക്ക് ഓക്കെ എന്നൊന്നും പറയണ്ട. നമുക്കൊന്ന് ഇരുന്ന് ആലോചിച്ച് എന്നിട്ടൊക്കെ തീരുമാനം മതി. അപ്പോ ഞാൻ പോട്ടെ. ഇതൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ട് പോയത് എന്തിനാ? എടാ പൊട്ടാ, വെറുതെ അല്ല നിനക്ക് ഒരുത്തിയും സെറ്റാവാതെ. അവളിപ്പോ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടാണ് അവിടുന്ന് പോയേ. എപ്പോ? ഇതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഷേ, നഷ്ടബോധം തോന്നുന്നുണ്ടല്ലേ. വേഗം പുറകെ ചെന്നോ. ഇപ്പൊ തന്നെ ഓക്കെയാണെന്ന് പറഞ്ഞേക്ക്. ഒന്ന് പോടാ, അത് ചെറിയ പെങ്കൊച്ചാ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവൾ പഠിത്തം പരീക്ഷയിലൊക്കെ മാർക്ക് കുറഞ്ഞാൽ ഇതും എൻ്റെ തലയിലാവുമല്ലോ. വലിയ കാസനോവയല്ലേ. എടാ, എനിക്ക് തോന്നുന്നു നിനക്ക് ബെറ്റർ ഇത് തന്നെയാന്നാ. നിൻ്റെ ഒരു സ്വഭാവം വെച്ച് ചുരുങ്ങിയത് ഒരു 5-6 കൊല്ലെങ്കിലും സെറ്റിലാവാൻ സമയമെടുക്കും. അപ്പോഴേക്കും അവൾ വളർന്നോളും. പിന്നെ നിൻ്റെ കയ്യിൽ പൂത്ത പണം ഉണ്ടല്ലോ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം സ്മൂത്തായിരിക്കും. ഇതൊന്നുമല്ല ബെറ്റർ ആയിട്ട് വരാൻ പോകുന്നേ. അച്ഛനെ നിനക്ക് സ്വന്തം അളിയനാക്കണം. അത് ശരിയാണല്ലോ. അപ്പോൾ ആലോചിക്കാവുന്നതാണ്. മണ്ട, എന്തു പറഞ്ഞാലും വിശ്വസിച്ചോളും. അമ്മച്ചിയുടെ പൊന്നു മോനെ. അമ്മച്ചി എപ്പോ വന്ന്? അതെന്നാണ് അങ്ങനെ ഒരു ചോദ്യം? എന്റെ പൊന്നു ഇവിടെ അത്യാസംഹിത വിഭാഗത്തിൽ ചാവാൻ കിടക്കുവാണെന്ന് അറിയുമ്പോൾ ഒന്ന് വന്ന് കാണണ്ടേ? ഇതെന്നാടാ, ലൈഫ് ഇൻഷുറൻസ് പുതുക്കാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ. എൻ്റെ അമ്മച്ചി, എനിക്കുള്ള പെട്ടിയും പണിതുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ? നിന്റെ പണിയായിരിക്കുമല്ലേ? അത് പിന്നെ അത്യാസംഹിത വിഭാഗത്തിൽ കിടക്കുമ്പോ വിളിച്ചറിയിക്കണ്ടേ? ഒരുപാട് നന്ദിയുണ്ട്. അമ്മച്ചി മോനും പിന്നെയും തുടങ്ങിയോ? ഇതെന്താ എല്ലാവരും ഒരു പടയായിട്ട്? അമ്മച്ചിയെ ശരിക്കും എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നെ കെട്ടിക്കാൻ. ഞാൻ ഊഹിച്ചു. ഈ ചാവാൻ കിടക്കുമ്പോ തന്നെ എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണല്ലേ? എടാ, നീ കിടക്കുന്ന കിടപ്പിൽ വല്ലതും സംഭവിച്ചാ എന്നെ നിന്റെ അപ്പനും പിന്നെ ആര് നോക്കുവാടാ? വായ്ക്കറി ഇടാനെങ്കിലും ഒരാള് വേണ്ടേ? ഞാനൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പോരെ. 2 കാലം നിന്നിട്ട് നീ പെണ്ണിനെ കാണാൻ പോയിട്ട് തേരൊന്നും നടന്നില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു, പെണ്ണിനെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നീ കണ്ണു തുറന്നൊന്ന് കണ്ടാൽ മാത്രം മതി. എടി ജനിയെ, നീ കൊച്ചിനെ കൂടെ വിളിച്ചേ. വീണ്ടും ഇവളാ. എൻ്റെ അമ്മച്ചിയെ രാവിലെ തന്നെ വീശിയിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ. എനിക്കിത്രയും പ്രായമായെന്ന് വെച്ച് 2 കെട്ട് കെട്ടിക്കാനാണോ നിങ്ങളെല്ലാവരും കൂടി നോക്കുന്നേ? അവക്കടെ കെട്ടും ചത്തിട്ടൊന്നുമില്ല. എടാ ഡാനി, നീ ഇങ്ങനെ തൂക്കി കയറി വെടിവെക്കാതെ അമ്മച്ചി പറയാമെന്നൊന്ന് മുഴുവനാക്കാൻ സമ്മതിക്കും. ഇനി അതിന് കൂടുതൽ എന്തോന്ന് പറയാനാ?
എടാ ആദി, നീ ഇതിന് കൂട്ടി നിൽക്കുവാണോ? എടാ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ഭാഗം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇഷ്ടമാണെന്ന് അങ്ങോട്ട് പറ ഡാനിച്ച. നീ പൂടി. എടാ ലിയോ, നീയെങ്കിലും ഒന്ന് പറ. ഞാനെന്തോ പറയാൻ, അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എല്ലാത്തിനും കൂട്ടി നിൽക്കാന്നല്ലാതെ. അയ്യേ, എന്ത് ഫാമിലി അത്! ഇത്രയും കാലം നിങ്ങളുടെ ഇടയിലൊക്കെ ആയിരുന്നു ഞാൻ ജീവിച്ചേ. കുറെ നേരമായല്ലേ ഇയാള്. എല്ലാരും ഇത്രയും പറയുമ്പോ തനിക്ക് അതിനങ്ങ് സമ്മതിച്ചൂടെ? ആ, നിനക്കൊക്കെ അത് പറയാം. എന്നിട്ട് വേണം ഞാനിവന്റെ എടാ ആദി, എനിക്ക് ഏതാണ്ട് സൂപ്പർ പവർ കിട്ടിയെന്നാ തോന്നുന്നേ. എനിക്ക് ഇവർ രണ്ടെണ്ണമായിട്ടാണ് കാണുന്നേ. രണ്ടെണ്ണമാണെങ്കിൽ കുഴപ്പമില്ല, 4 ആവുമ്പോഴേ പ്രശ്നമുള്ളൂ. ഓ എന്റെ കർത്താവേ, ഈ വിവരമില്ലാത്തവൻ എന്റെ വയറ്റിൽ തന്നെയാണോ എന്ന് പറഞ്ഞേ. എടാ ഇവള് അമ്മച്ചി, ഞാൻ സംസാരിച്ചോളാം. ഓ കൊച്ചിനെങ്കിലും കുറച്ച് വിവരമുണ്ട്. അവന്റെ മണ്ടയ്ക്കകത്തോട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറ്റി കൊടുക്കുക. വാ, നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം, പിള്ളേർ സംസാരിക്കട്ടെ. ഇത്രയ്ക്ക് അങ്ങോട്ട് കൺഫ്യൂസ്ഡ് ആവൊന്നും വേണ്ട. ഒഫീഷ്യലി പരിചയപ്പെടേണ്ട ഒരു സന്ദർഭം നമുക്കിടയിൽ വന്നിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാ. ഇപ്പൊ എന്തായാലും അങ്ങനെ ഒന്നും വന്നു പോയില്ലേ. സോ ഐ എം സെമ, അവളുടെ സിസ്റ്റർ. ട്വിൻസ്? അത് തന്നെ. അപ്പൊ അറിയായിരുന്നു? അറിയാം, പക്ഷെ ഇതുപോലെ ഒരേ അച്ഛല് ഭാഗത്തതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. യാ, എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത്രത്തോളൊന്നും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെയാ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രേമം. ദേ ഇപ്പൊ തൻ്റെ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ. സമയം വേണ്ടി വരും, എനിക്കും വേണം. സോ ഞാൻ നാളെ തിരിച്ചു പോകും. ആ പോണം. ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നേ. ഇനിയിപ്പോ അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ചു വരും. അപ്പോഴേക്കും താൻ നല്ലൊരു തീരുമാനം എടുക്കണം. അതിനിപ്പോ ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അറിയാലോ എൻ്റെ അപ്പനെയും ആങ്ങളമാരൊക്കെ. സോ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ആലോചിച്ചിട്ടൊക്കെ വേണം. ഇതിപ്പോഴെങ്ങാനും തീരുവോ? കുറച്ചുകൂടെ ഉണ്ട്. ഡാനി ഇല്ലാത്തോണ്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എനിക്കാ. എന്നാ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. നീ എന്തീ കാണിക്കുന്നേ? ആർക്കറിയാം. പിന്നെ ഒന്നും അറിയാതെയാണോ ഈ പേജ് ഇങ്ങനെ മറച്ചു നോക്കുന്നേ? ബോറടിക്കുന്നുണ്ടല്ലേ? കുറെ നേരമായിട്ട് ഞാനും ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ടാ, ഇതിപ്പോ തീരും, ഞാൻ ചെയ്തോളാം. നോ, ഞാൻ സഹായിക്കുന്ന പറഞ്ഞില്ലേ. കിച്ചു, ഇനി എന്തെങ്കിലും സഹായം വേണോ? ഇത്രയും നേരം ഉറങ്ങി സഹായിക്കായിരുന്നില്ലേ? അതിന് പകരമായിട്ട് ദേ ഇത് വെച്ചോ. ഈ സമയത്ത് ഇത് വാങ്ങിക്കാൻ എപ്പോഴാ പോയേ? പകൽ വെളിച്ചത്തില് വാങ്ങി വെച്ചതായിരുന്നു, പക്ഷേ അന്ന് കൊണ്ടു തന്നപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ, അത് പേടിച്ചിട്ട് തരാതിരുന്നതാ. വേണോ? ഈ പാതിരാത്രിക്ക് നീ മാത്രമായിരിക്കും ഇതൊക്കെ ഇരുന്ന് കഴിക്കുന്നേ. സംഗീതം നീയല്ലവാ ഉന്നെ സീരാട്ടും പൊന്നൂഞ്ചൽ ഓ, ഇതിന് ഒടുക്കത്തെ മധുരാണല്ലോ. എന്ത് പറ്റി ഒരു മൂഡ് ഓഫ്? നാളെ കണ്ണേട്ടന്റെ ബർത്ത്ഡേ ആ. അതിന് സങ്കടപ്പെടുന്ന എന്തിനാ? എൻജോയ് ചെയ്യല്ലേ വേണ്ടേ? സന്തോഷമൊക്കെ തന്നെയാ, പക്ഷെ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഇവിടെ ആരുടെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല, പ്രത്യേകിച്ച് അങ്ങേരുടെ. ഒരു വിഷു പോലും ആരും ചെയ്യാറില്ല. അതെന്താ? അതെന്നാ എനിക്കറിയാത്ത. അതല്ല ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ആ സമ്പ്രദായം അങ്ങ് മാറ്റി കുറിച്ചാലോ? വേറെ ആരും അറിയണ്ട, ചെറിയൊരു പാർട്ടി. നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. നമ്മൾ മാത്രം എങ്ങനെയാ? അങ്ങനെ ചോദിച്ചാ ഇവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. ലിയോയും ചേട്ടന്മാരും ഒക്കെ രാവിലെ എന്തായാലും പോകും. പിന്നെ ഇച്ചു, അവൾ സ്കൂളിൽ പോകും. ആകെയുള്ളത് ഇച്ചേച്ചിയാ, അതിനെങ്ങോട്ട് പാക്ക് ചെയ്യും?
എൻ്റെ കയ്യിൽ അതിനൊരു നമ്പർ ഉണ്ട്, പക്ഷേ നിനക്കതിനൊരു സപ്പോർട്ടിംഗ് റോൾ ഉണ്ട്, ചെയ്യൂ. നീ എന്താടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? അത് പിന്നെ എൻ്റെ മമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അയ്യേ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ നിന്റെ ഡാഡി വീട്ടിൽ കാണൂടി. ഇനിയിപ്പോൾ നിനക്ക് കാണണമെന്നാണെങ്കിൽ ഒന്ന് പോയി കണ്ടേക്ക്, അത്ര ദൂരെയൊന്നുമില്ലല്ലോ. ആ, ഇനി നീ ഓരോന്ന് കുളത്തി കൊടുത്തിട്ട് വേണം അവൾ അവിടെ പോയിട്ട് വേറെ പ്രശ്നം ഉണ്ടാവാൻ. മിണ്ടാതിരുന്നോണ്ട് രണ്ടെണ്ണം. അതെന്താ ചേച്ചി, അവളുടെ മമ്മയെ കാണണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എല്ലാരും ഇപ്പൊ ചേച്ചിയെ പോലെ ആയിരിക്കോ? അതെന്താ ചേച്ചി കുട്ടി അങ്ങനെ പറഞ്ഞേ? ഓ, അതൊന്നും ഇല്ലെന്നേ. അമ്മാമ്മ കുറെ കാലമായി ചേച്ചി അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് പോയി കാണണമെന്ന് ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഒട്ടും സ്നേഹമില്ലെന്നേ. ഞാൻ കഴിഞ്ഞ മാസമല്ലേ എന്റെ അമ്മച്ചിയെ കാണാൻ പോയേ? ആ അതന്നെ, കഴിഞ്ഞ മാസമല്ലേ പോയത്. ഇന്നലെ കൂടി അമ്മാമ്മ വിളിച്ചായിരുന്നില്ലേ? എന്നിട്ടൊന്ന് പോയി കാണാൻ ഇതുവരെ തോന്നിയില്ലല്ലോ. എന്താ സ്നേഹമില്ല? ഷേ, ഇച്ചേച്ചി ഇങ്ങനെയൊക്കെ ആയിരുന്നോ? പാവുണ്ട് അമ്മാമ്മ. അയ്യോ ചേച്ചിക്കുട്ടി, ദേഷ്യപ്പെട്ടിട്ടാണല്ലോ എഴുന്നേറ്റ് പോയേ. പണി പാളിയോ? പാളാനും പാളാതിരിക്കാനും സാധ്യതയുണ്ട്. വാ, പിന്നാലെ പോയി നോക്കാം. ഇച്ചായ, എനിക്കിപ്പോ എന്റെ അമ്മച്ചിയെ കാണണം. ഈ സമയത്തോ? ആ, ഇപ്പൊ തന്നെ എനിക്ക് പോണം. ഇതെന്താടി പെട്ടെന്ന് ഒരു അമ്മച്ച ഓ, സ്നേഹം? അപ്പൊ നിങ്ങളും എന്റെ സ്നേഹത്തിന് അളവ് പോലൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടല്ലേ? ഇടി ഈ സമയത്ത് എങ്ങനെ കൊച്ചിനെ കൊണ്ട് അത്രയും ദൂരമൊക്കെ പോകുന്നേ? ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഞാൻ നിന്നെ മോളെ അമ്മച്ചിയുടെ അടുത്താക്കാം. തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവരാം, പോരെ? സക്സസ്. ശബ്ദം ഉണ്ടാക്കാതെ വാ. അങ്ങനെ എല്ലാരും പോയി. ഇനി പറ, നെക്സ്റ്റ് പ്ലാൻ എന്താ? അവര് വരുമ്പോ ഞെട്ടണം. വീട് മൊത്തം നമുക്കൊന്ന് കൊളോക്കലാക്കാം. ഇതെന്നാ, ഈ വീട്ടിൽ വെട്ടം വെളിച്ചൊന്നും ഇല്ലേ? മനുഷ്യ, നിങ്ങൾ ഈ മാസത്തെ കണ്ടുപിടിച്ചില്ലേ? ഇനി എന്റെ വെക്കിട്ട് കേറ്, അതൊക്കെ അടച്ചതാ. ഇത് വേറെന്തോ സംഭവമാ. ഇനി അവർക്കെല്ലാം സംഭവിച്ചാണോ? കർത്താവേ, നോക്കൊണ്ട് നിൽക്കാതെ വാതിൽ ഉറക്കടാ. ഇത് തുറന്നു കിടക്കുക. ഈ ചേച്ചി അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചേച്ചി, എന്റെ യോങ്കി യോങ്കി, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ലടി. സർപ്രൈസ്! ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ചേട്ടായി. കാറ്റി മതി, നിർത്തം, ഞാൻ പറയുന്നത് കേക്ക്. Stop it. വന്നേ കേക്ക് കട്ട് ചെയ്തേ. I got to stop it. ആദി നിക്ക്. ചേടാ, നല്ലൊരു കേക്കായിരുന്നു. താഴെ വീണ് നശിപ്പിച്ച് കളഞ്ഞു ദുഷ്ടൻ. കേറി പോടാ അത്. അല്ലല്ലേ ഈ വീട്ടിൽ ഇങ്ങനെ തന്നെ. ഒങ്ങാടി തോറ്റ എല്ലാവരും കൂടി എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ. ഞാൻ പോണു. ഇതൊക്കെ ആരുടെ പ്ലാൻ ആയിരുന്നു? ഞങ്ങള് രണ്ടുപേരും കൂടി ചേർന്ന. 3 പേരും? ആ, 3 പേരും കൂടി ചേർന്ന ഇതൊക്കെ. അവനിപ്പോ എങ്ങനെയുണ്ട്? പതിവ് പോലെ തന്നെ കഥകളുടെ ചെറിയ ഇരിപ്പാ. ക്യാറ്റി, അവൾക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. നിങ്ങൾ ഇനി എതിർത്താലും വേണ്ടില്ല, ഞാൻ എല്ലാ കാര്യവും അവളോട് പറയാൻ പോവാ. അതിന്റെ പേരിൽ ഇനി എന്ത് സംഭവിച്ചാലും അതെല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ ഇനി വേറെ വഴിയില്ലേ ചായ. ചേച്ചി കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് എനിക്ക് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. ക്യാറ്റി, ഓ വന്നല്ല ചേട്ടന്റെ അക്കാലത്തുമായിട്ട്, എന്നാ തുടങ്ങിക്കോ. നീ ചെയ്തതിന് ഉദ്ദേശമൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ എന്നോട് കൂടി ഒന്ന് ചോദിക്കായിരുന്നില്ലേ? എല്ലാരെയും കൂടി അറിയിച്ചുകൊണ്ടുള്ള സർപ്രൈസ് ആണെങ്കിൽ പിന്നെ അതിന് സർപ്രൈസ് ആരെങ്കിലും പറയോ? ഞങ്ങൾ എന്ത് പറ്റി ചെയ്തിട്ടാ? നിങ്ങളെല്ലാരും കൂടി മറന്നുപോയ ചേട്ടന്റെ ബർത്ത്ഡേ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. അതിനിപ്പോൾ എന്താ എത്ര വലിയ പ്രശ്നം? യോങ്കി, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്തിനാ ചേച്ചി, ഇങ്ങനൊരു വിവാഹം പോലും വേണ്ടായിരുന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാൻ എത്ര സന്തോഷത്തോടെയാ ഇതെല്ലാം ചെയ്തതെന്നറിയോ? ചിലപ്പോൾ തോന്നും കണ്ണേറ്റിനേക്കാളും എന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കും കഴിയില്ലാന്ന്. ചിലപ്പോഴൊക്കെ കണ്ടോ, ഇതുപോലെ ഒന്നും അറിയാത്ത മറ്റുള്ള പെരുമാറാം. എനിക്ക് മടുത്തു ചേച്ചി. യോങ്കി, നീ ഒന്ന് പുറത്തു പോയേ, എനിക്ക് അവളോട് ഒന്ന് സംസാരിക്കണം. അങ്ങനെ എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്താതൊന്നും വിചാരിക്കണ്ട. എല്ലാം ചെയ്തത് ഞാനും കൂടി അറിഞ്ഞോണ്ടാ. സോ പറയാൻ പോകുന്ന എന്താണെങ്കിലും എനിക്കും കൂടി കേൾക്കണം. നീ ഇരിക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിന്റെ കെട്ടിയവനെ പോലെ അസ്ഥാനത്ത് ഒരു ഡയലോഗ് അടിച്ചാൽ ഞാൻ അപ്പം ചവിട്ടി ഇറക്കും. ആ, ശ്രമിക്കാം. മോളെ, നീ എന്താ വിചാരിച്ചേ? അവൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ മറന്നുപോയതാണെന്നോ?
ഒരിക്കലുമല്ല. അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ദിവസമാണ് ഇത്. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഓർമ്മിപ്പിക്കാതെ. സ്വന്തം ബർത്ത്ഡേ ആരെങ്കിലും ഇത്രയും വെറുക്കുമോ? അത് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവനൊട്ടും ഇഷ്ടമല്ല. ഇതുപോലെ ഒരു രാത്രി അവൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രധാന കാരണം അവളാ. ചേച്ചി, ചേട്ടായിക്ക് വേറെ പ്രേമം ഉണ്ടായിരുന്നെന്ന് മാത്രം പറയല്ലേ, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന് പ്രേമമായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞോ? എന്താ അവളുടെ പേര്? നേത്ര. അവള് അവൻ്റെ ആരായിരുന്നു എന്ന് ചോദിച്ചാ അവനെപ്പോഴും പറയും. ആര്? നന്ദു? അതൊരൊഴിയ ബാധയാ.